നമ്മൾ ഇനി മീൻകറി മാങ്ങ ഇട്ട് വെക്കാൻ വേണേ കണമ്പാണ്. ഇതിന് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടി അരച്ച് നമ്മളെ കലക്കി അടപ്പത്ത് വെച്ച് തിളക്കാൻ ആകുമ്പോൾ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചാറ് തിളച്ചാൽ മതി. ചാറെല്ലാം തിളച്ച് നല്ല വറ്റിയിരിക്കുന്നു. ഇനി നമുക്കതിലേക്ക് മാങ്ങയും മീനും ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ മാങ്ങ വെറുതെ അലിഞ്ഞു പോകും. അതുകൊണ്ട് മാങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മീതിലേക്ക് മീനും ഇടുക. അപ്പോൾ പുളി നല്ലോണം ഇടും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇഞ്ചിയും ചതച്ചതും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ വേണം അരപ്പ് തിളച്ച് കഴിയുമ്പോൾ വേണം എണ്ണ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് എണ്ണ എല്ലായിടത്തും ആവില്ല. ഇനി പറ്റട്ടെ. നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി തെളിഞ്ഞു വരട്ടെ. കണമ്പ് മാങ്ങ ഇട്ട് വെച്ചത് റെഡി. നമ്മൾ കറിവേപ്പില ഇട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.